സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് 2,06,152 പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തു. അനുമതിയില്ലാത്ത പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ചാണ് ഭൂരിഭാഗം പരാതികളും. വിദ്വേഷ പ്രസംഗത്തിൽ 39 പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, കമ്മീഷന് ലഭിച്ച പരാതികളുടെ എണ്ണം വളരെ കൂടുതലാണോ? എന്താണ് വിവരങ്ങൾ? അതായത് ഗോപികൃഷ്ണൻ, കൃത്യമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ഘട്ടത്തിൽ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമാനമായിട്ടുള്ള പരാതികൾ സ്വീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തിലധികം പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. ഇതിൽ 2,61,052 പരാതികളിൽ കമ്മീഷൻ നിലവിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 420 പരാതികളിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അനുമതിയില്ലാതെ പോസ്റ്റർ വെച്ചതും ബന്ധപ്പെട്ട് 1 ലക്ഷത്തിലധികം പരാതികളാണ് ലഭിച്ചത്. പിന്നെ വസ്തുക്കൾ വികൃതമാക്കിയതിന് 10,000-ലധികം പരാതികളും, ആയുധ പ്രദർശനവുമായി ബന്ധപ്പെട്ട 150 പരാതികളും, വിദ്വേഷ പ്രസംഗത്തിൽ 39 പരാതികളുമാണ് കമ്മീഷൻ ലഭിച്ചത്. ഇവയിലെല്ലാം തന്നെ കൃത്യമായ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരാതിയുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. കാരണം തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ മുന്നണികൾ ശക്തമായി പ്രചരണ രംഗത്തേക്ക് കൂടുതൽ കടക്കുന്നതോടെ പരാതികൾ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പൊതു വിലയിരുത്തൽ. ഗോപികൃഷ്ണൻ. എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.